ഫ്രാൻസിസ് ജോർജ് എംപിയുടെ പ്രസ്താവന പിൻവലിക്കണമെന്ന് പാലാ നഗരസഭാ കോൺഗ്രസ് കൗൺസിലർ ബിജു മാത്യൂസ്. തിരഞ്ഞെടുപ്പ് കാലയളവിൽ പാലായിൽ UDFന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. വിഷയവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് ജോർജ് എംപി പറഞ്ഞിരിക്കുന്നത് പുതുതായിട്ട് ചേർന്ന കുറച്ച് കൗൺസിലർമാരുടെ ഒരു പെട്ടെന്നുള്ള തീരുമാനപ്രകാരമാണ് ഇങ്ങനൊരു പ്രമേയം പാസ്സാക്കിയതും അതിനെ പാലാ നിയോജക മണ്ഡലത്തിലെ നേതാക്കളെല്ലാവരും കൂടെ കൂടി പ്രമേയം പാസ്സാക്കി നമ്മുടെ ചെയർപേഴ്സണെ ഉള്ള പിന്തുണ പിൻവലിക്കുന്ന കാര്യം നേതൃത്വത്തെ അറിയിക്കുമെന്നൊക്കെ അറിയിച്ചത്. പുതുതായിട്ട് ചേർന്ന ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? തീർച്ചയായിട്ടും ഞാൻ പുതുതായിട്ട് വന്ന കൗൺസിലറാണ്. ഈ കാര്യത്തിലുള്ള മറുപടി എന്ന് പറയുന്നത് ഈ ഫ്രാൻസിസ് ജോർജ് എംപിയുടെ കക്ഷി, അതായത് കേരള കോൺഗ്രസ്, അവരാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം ഉണ്ടാക്കിയത്. അവരുടെ പ്രതികരണം ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കി. കാരണം ഈ MPക്ക് വേണ്ടിയിട്ട്, അതുപോലെയുള്ള ഇവിടെ MPക്കും MLAക്കും ഒക്കെ വേണ്ടി ഇവിടെ കോൺഗ്രസ്സുകാരാണ് ബൂത്തിലിരുന്ന് അഹോരാത്രം ഈ പണിയെടുക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് എതിരെ ഒരു പ്രതികരണം കേരള കോൺഗ്രസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ ഇവർ ഫ്രാൻസിസ് ജോർജ് എംപിയോട് ആലോചിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അതിനകത്ത് ഇടപെട്ടിരുന്നോ? ഇത്തരം കാര്യങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ലേ? ഇവിടെ ഉണ്ടായ ഒരു കാര്യം, ആദ്യമായിട്ട് അവിശ്വാസം പറഞ്ഞത് ദിയ ബിനു പുളിക്കണ്ടം ചെയർപേഴ്സണാണ്. കാരണം ഒരു കൗൺസിലർക്കെതിരെ, ആദ്യമായിട്ട് വന്ന കൗൺസിലറാണ്. അപ്പോൾ ആ കൗൺസിലർക്കെതിരെ ഇവർ ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞിട്ടായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പരാതി പാലാ മുനിസിപ്പാലിറ്റിയിൽ മോഷണ പരാതി കൊടുക്കുമ്പോൾ ആരോടെങ്കിലും ആലോചിച്ചിരുന്നോ? അന്ന് ഫ്രാൻസിസ് ജോർജ് എംപിയോട് ആലോചിച്ചിരുന്നോ? എന്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് എംപി അവരോട് ഈ വിഷയം പറയുന്നില്ല? ആലോചിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയാകും. ആലോചിച്ചെന്നോ ആലോചിച്ചില്ലെന്നുള്ള മറുപടി അദ്ദേഹം ഈ വിഷയത്തിലെല്ലാം പറയേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, അവിശ്വാസം ആദ്യം അവരാണ് പറഞ്ഞത്. ആ അവിശ്വാസം വന്നപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് കോൺഗ്രസ് ഒന്നടങ്കം, പാലായിലെ കോൺഗ്രസ് ഒന്നടങ്കം മണ്ഡലം കമ്മിറ്റി കൂടി ഈ പിന്തുണ പിൻവലിക്കുന്നു എന്ന് അറിയിച്ചത്. അത് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ നേതാക്കൾ ഏത് കാര്യം ചെയ്യണമെങ്കിലും ഫ്രാൻസിസ് ജോർജ് എംപിയോട് ആലോചിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് ശരിയായില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാണ്. ഈ പ്രസ്താവന അദ്ദേഹം തിരുത്തണമെന്നും കൂടിയാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്.